സി എൻ ശ്രീകുമാർ കെ പി സി ജനറൽ സെക്രട്ടറി ഞാൻ ആദ്യം ശ്രീകുമാർ സ്ഥാനത്തേക്ക് പോകുന്നു. സി എൻ ശ്രീകുമാർ, ഇവിടെ കെ പി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഇരയെ അധിക്ഷേപിക്കാൻ വെളിപ്പെടുത്തൽ അരുതുന്നതിൻ്റെ പേരിൽ പ്രതിയാണ്. അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ, നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ. പാർട്ടിയെ രക്ഷിക്കാൻ വളർന്നു വന്ന യങ് ബ്രിഗേഡിലെ പ്രധാനി കോൺഗ്രസിനെ കൊണ്ട് തള്ളിയിട്ട കൊക്കയുടെ മാരകമായ ആഴം കോൺഗ്രസ് ഇനിയും ബോധ്യമാവുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ എഡിറ്റോറിയലടക്കം കാണുമായിരുന്നു സർ. നോക്കൂ ഹാഷ്മി, കോൺഗ്രസിൻ്റെ നിലപാട് എക്കാലവും അശ്ലീല രാഷ്ട്രീയത്തിനെതിരാണ്. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അനുകൂലിച്ച് അത് പ്രചരിപ്പിച്ച് അത് കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല. കോൺഗ്രസ്സിൽ ആരെങ്കിലും അക്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താനും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല എന്നുള്ളത് കോൺഗ്രസ് പലവട്ടം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഞാനൊരു കോൺഗ്രസ്സുകാരൻ അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തിടത്തോളം കാലം അദ്ദേഹത്തെ കോൺഗ്രസുമായിട്ട് ചേർത്ത് വെക്കുന്നത് ഒരു വർത്തമാനകാലത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സമൂഹ ചിന്താഗതിയുടെ ഭാഗമായിട്ടോ കാണാം. ഞാൻ കോൺഗ്രസ്സിൽ ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളത് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസുമായി ചേർത്ത് ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് കോൺഗ്രസിനുള്ളിലുള്ള ഒരു തീരുമാനം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്, സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ എന്ന് വെച്ചാൽ അത് കാലാവധി നിശ്ചയിക്കാത്രത്തോളം കാലം ആ സസ്പെൻഷൻ കോൺഗ്രസുമായി ബന്ധമില്ലാത്തതാണ്. പിന്നെ കോൺഗ്രസ് വേദികളിൽ പാലക്കാട്ട് കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ MLA ആണെന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർ അദ്ദേഹത്തിനൊപ്പം ചേരും. അത് ഇന്നത്തെ കാലത്ത് കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു യുവജന രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരംഗത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ കോൺഗ്രസ് ഏത് കാലത്താണ് കോൺഗ്രസ് അശ്ലീലത്തെ രാഷ്ട്രീയമായുധമാക്കിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ CPM-ൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഇന്നലെ ശരി, സസ്പെൻഷൻ നല്ല കാര്യം. പക്ഷെ അത് തികച്ചും സാങ്കേതികമായി പോയില്ലേ? അത് കഴിഞ്ഞ് രാഹുൽ പാലക്കാട് വേദികളിൽ പോയി സജീവമായില്ലേ? ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ തങ്ങ് പറയുന്നതുപോലെ കാലാവധിയില്ല സസ്പെൻഷനായ ഒരാൾ, ഇൻഎഫക്റ്റ് പുറത്തായ ഒരാൾ ആ പരിപാടിയിലേക്ക് പോകരുത്, കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ശക്തമായി ഉറച്ച ഭാഷ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? പ്രതിപക്ഷ നേതാവടക്കം ആരും പറഞ്ഞു കേട്ടില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഈ ഇര എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്. അങ്ങേയറ്റം വൈകാരികമായും ശാരീരികമായും തളർന്നു തരിപ്പണമായി പൂർണ്ണമായി ഇല്ലാതായി നാശമായി ജീവിതം തന്നെ വഴിമുട്ടി ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോയി ഒടുവിൽ ഉയർത്തു നിന്ന ഒരു പെൺകുട്ടിയെ ചിത്രമടക്കം ഈ പറയുന്ന സൈബർ വെട്ടുകൾ കൂട്ടം ഇട്ട് ആക്രമിക്കുകയാണ്, വൃത്തിയോട് പറയാണ്. അതിന് നേതൃത്വം നൽകിയ ഒരു KPC ജനറൽ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം നാലാം പ്രതിയാണെന്ന് പോലീസ് പറയുകയാണ്. ശ്രീകുമാർ, നോക്കൂ ഹാഷ്മി, ഇതിലെ ഒരു യുവതിയുടെ ഒരു വിഷയവും അതുപോലെ കോൺഗ്രസ്സുകാരനായ ഒരു MLA-യുടെ വിഷയവും ഒരു വ്യക്തിപരമായ വിഷയമാണിത്. പക്ഷേ ഇത് രാഷ്ട്രീയമായി മാറുന്നത് അയാളിലെ രാഷ്ട്രീയവും അയാളിലത്തെ ജനപ്രതിനിധി എന്നുള്ള ആ ഒരു ലേബലുമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയം മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ ഒരു യുവതിയെ മാത്രമല്ല, ഒരു പുരുഷനെ ആണെങ്കിലും യുവതിയാണെങ്കിലും ആരെയും സമൂഹ മധ്യത്തിൽ ആരും പരിഹസിക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെ യുവതിയെ ഏതെങ്കിലും രീതിയിൽ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ IT ആക്ട് പ്രകാരം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. അതൊന്നും പുതുമയുള്ള കാര്യമല്ലല്ലോ. അത് ഭരണകക്ഷിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് മാറ്റം ഉണ്ടായെന്നിരിക്കാം, അത് വേറൊരു വിഷയമാണ്. പക്ഷേ പ്രതിപക്ഷത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ പോലീസ് കൂടുതൽ ആവേശം കാണിക്കും. അതൊക്കെ വേറൊരു നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് പറഞ്ഞു IT ആക്ട് അനുസരിച്ചിട്ട് ആർക്കെതിരെയും കേസെടുക്കരുതെന്ന് പറഞ്ഞില്ല. കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഇപ്പോൾ കോൺഗ്രസിലില്ല, കോൺഗ്രസിൻ്റെ അധ്യായം അടച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ അധ്യായം അടച്ചില്ല, അത് തുറന്നിരിക്കുകയാണെന്ന് പറയുന്നത് ആരാണ്? CPM ആണ്. അതുകൊണ്ടാണ് ഹാഷ്മി ചോദിച്ച ചോദ്യം പാലക്കാട്ട് നിന്ന് വരുന്നത്. എന്താണത്? പാലക്കാട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തകർ പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം CPM രാഷ്ട്രീയമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ രണ്ട് പ്രബല കക്ഷികൾ കോൺഗ്രസ് CPM ആണ്. നിരന്തരം കോൺഗ്രസിനെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ അത് കൗണ്ടറായിട്ട് എന്തെങ്കിലും മറുപടി പറയും. അങ്ങനെ മറുപടി പറയുമ്പോൾ ആ മറുപടി വെച്ചുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമാണെന്നല്ല പറയേണ്ടത്, നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒപ്പമാണെന്നാണ് പറയേണ്ടത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അവിടെയുള്ള ചില പ്രാദേശികമായിട്ടുള്ള വാർഡ് പ്രതിനിധികളും പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ ചെല്ലുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ വോട്ട് ചോദിക്കുന്നുണ്ട്. അല്ലല്ല, കെ സുധാകരൻ കോൺഗ്രസ് പ്രാദേശിക നേതാവാണോ? അല്ല, മുൻ KPC അധ്യക്ഷനാണ്. ചേർത്ത് പിടിക്കലായിരുന്നില്ലേ? AI ആണോ ശബ്ദമെന്ന് പരിശോധിക്കണമെന്നും കള്ളക്കേസാണോ നോക്കണമെന്നൊക്കെ പറഞ്ഞ ആരാണ്? UDF കൺവീനർ ആയിരുന്നില്ലേ? ഇവർക്ക് പ്രാദേശിക നേതാക്കളാണോ? ഇന്നലെ വീക്ഷണത്തിലെ പാർട്ടി മുഖപത്രത്തിൽ ഈ പറയുന്ന രാഹുലെ ശക്തമായി മുന്നോട്ട് പോകും എന്ന് ആഹ്വാനം കൊടുക്കുന്ന മുഖപത്രം ആരുടേതാണ്? അത് കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ വന്ന മുഖപ്രസംഗമല്ലേ? കോൺഗ്രസ് നിലപാട് വരേണ്ട ഒരു കോളമല്ലേ അത്?
ശ്രീകുമാർ സാർ, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോഴും രാഹുലിനെ ചേർത്ത് പിടിക്കണോ തള്ളിക്കളണോ എന്ന കാര്യത്തിൽ എവിഡന്റ് ആയ ഭിന്നത പ്രകടമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ ന്യായീകരിക്കുമ്പോൾ അത് രാഹുൽ എന്ന ആളുമായി ചേർത്ത് വെച്ച് അത് അയാൾക്കുള്ള ന്യായീകരണമാണെന്ന് പറയുന്നതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായിട്ട് നിലപാടിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യത്തിലും ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഘടനാപരമായ കാര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ അത് ഇന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുകയല്ലേ എന്നുള്ള മറുചോദ്യം ചില കോടുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ ഹഷ്മി പറഞ്ഞ ചില അതിര് കടന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന പോലെ കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം, സുധാകരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കണ്ണൂർ രാഷ്ട്രീയം ഉണ്ട് അതിൻ്റെ പിന്നിൽ. എന്താണ് കണ്ണൂർ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവരുടെ CPM-ലുള്ള എല്ലാം ശരിയാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ഉണ്ടാക്കുന്ന പ്രകോപനമുണ്ട്. ആ പ്രകോപനത്തിൻ്റെ ഒപ്പം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സുധാകരേട്ടൻ്റെ ഭാഷയിലൊരു വ്യത്യാസം വന്നേക്കാം. അത് ഏത് നേതാക്കൾക്കും വരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ EP ജയരാജനോട് ചോദിച്ചില്ല ഈ വിഷയം, അതായത് ഇങ്ങനെ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ആരോ ഒരു ലേഖനം ചോദിച്ചു, അപ്പോൾ കൊല്ലം MLA-യുടെ കാര്യമോ, അത് വേറെ, അത് സിനിമാ കാര്യം. അപ്പോൾ അതെങ്ങനെ സിനിമാ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയത്തിൽ സ്ത്രീയുള്ള വ്യത്യാസമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ള ചില വ്യത്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. അടിസ്ഥാനപരമായി എന്താ പ്രശ്നം? വിഷയം എന്താ? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊപ്പം ഇല്ല, ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല, പോലീസ് തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ തന്നെ പാർട്ടിയെ പ്രതിരോധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വീക്ഷണ മുഖപ്രസംഗം എഴുതിയത്. വീക്ഷണത്തിന്റെ മുഖപ്രസംഗം സന്ദേശം കാണുന്നു. അത് പാർട്ടിയെ പ്രതിരോധിക്കലല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തമായി പ്രതിരോധിക്കലാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തെക്കുറിച്ച് ഇന്നലെ ഞാനൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശമുണ്ട്. ആ മുന്നറിയിപ്പ് സന്ദേശവും കാണാതെ അതിലൊരു വരിയുണ്ട്. ആ വരിക്ക് ഞാനും എതിരാ. എന്താണ് ആ വരി? ഈ കുറേ പഴയ കാലത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൂര്യനെല്ലി കേസ് തൊട്ടുള്ള കോൺഗ്രസ് ഇങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് അവസാനത്തെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വരിയുണ്ട്. ആ വരി തെറ്റാണ്. കാരണം മറ്റുള്ള ഇന്ന് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം ഇത് വ്യക്തിപരമായി രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ വ്യത്യാസം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ തന്നെ ആ വരി അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശം എന്താണെന്നറിയാമോ? അതായത് CPM ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു അശ്ലീലമെന്ന ഒരു അശ്ലീലത്തിനെതിരെ ഞങ്ങളാണ് പ്രതിരോധിക്കുന്നത്, ഞങ്ങളാണ് പുരോഗമനവാദികൾ, ഞങ്ങളാണ് ആയുധം വീശുന്നത് എന്ന് പറയുമ്പോൾ അതിനോട് ശരി, നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കാരണം CPM-ൻ്റെ ഹഷ്മിക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ ഇത് ന്യായീകരിക്കാൻ വേണ്ടിയല്ല നിങ്ങളത് പറയുന്നതെന്ന് ചോദ്യം വരുന്നതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും പറയാത്തത്. പക്ഷേ CPM-ലത്തെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ, ആ നിലപാട് എഡിറ്റോറിയലിന്റെ ആകെ തുക, അതിന്റെ എൻ്റെ സത്ത അതാണ്. ഈ പറയുന്ന പഴയ കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിലെ കള്ളക്കേസാണ് ഇതെന്നാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. CPM-ന്റെ വളർന്നു വരുന്ന എന്തോ വിത്തുകളെ ചതച്ചരയ്ക്കാനുള്ള നീക്കം എന്നൊക്കെയാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആ വരിയില്ലാതെ എഡിറ്റോറിയൽ നിൽക്കില്ല. ആ വരിയാണ് അതിന്റെ ആകെ സത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.